അങ്ങനെ രാഹുൽ മാങ്കൂട്ടവും പിണറായി വിജയനും നേർക്കുനേർ പിണറായി വിജയൻ്റെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു അഭിമുഖം ഉണ്ടായിരുന്നു. ആ അഭിമുഖത്തിൻ്റെ ഒരു ഭാഗം രാഹുൽ മാങ്കൂട്ടം ഫേസ്ബുക്കിനകത്ത് ഇന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, അതൊക്കെ ഞാൻ വായിക്കാം. അതിനു മുമ്പ് ഞാൻ ഇവിടെ ഒരു പോസ്റ്റ് വയ്ക്കുന്നുണ്ട്. എന്നെ പുറത്താക്കാൻ പറ്റും, പക്ഷേ എന്നിലെ കോൺഗ്രസിനെ മാറ്റാൻ പറ്റില്ല. രാഹുൽ അടിമുടി കോൺഗ്രസ്സുകാരൻ. രാഹുൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. എത്ര ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് രാഹുൽ തിരിച്ചു വരണം, ഈ ഒരു പ്രസ്ഥാനത്ത് രാഹുൽ വേണം, ഈ ഒരു പ്രസ്ഥാനത്തിനെ നയിക്കാൻ രാഹുൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേരെ. അതുപോലെ നിങ്ങളെയൊക്കെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. അപ്പം ഇതിനു മുമ്പ് പിണറായി വിജയൻ ഒരു വേദിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ഇപ്പോൾ അതിജീവിതയുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസുണ്ടല്ലോ, ആ ഒരു കേസിന് അതിജീവിതകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു കപ്പിനകത്ത് എഴുതി ഒട്ടിച്ച ഒരു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു സംഭവം, അത് വെച്ചിട്ട് ഇങ്ങനെ വെള്ളം കുടിക്കുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു, അവിടെ നിന്ന് എടുത്ത് വെള്ളം കുടിക്കുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പം ഫേസ്ബുക്കിനകത്ത് എഴുതുന്നത്. അതിനെ പറ്റിയിട്ടുള്ളൊരു കാര്യമാണ് രാഹുൽ മാങ്കൂട്ടം പങ്കുവയ്ക്കുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ അത് പങ്കുവയ്ക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം റീസെൻ്റായിട്ട് മനോരമ ന്യൂസിനകത്ത് പിണറായി വിജയൻ്റെ ഒരു അഭിമുഖമുണ്ടായിരുന്നു. ആ അഭിമുഖത്തിനകത്ത് പിണറായി വിജയനോട് അവതാരകൻ ചോദിക്കുന്നുണ്ട്, വാർത്താമാധ്യമ ആ റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്, അന്നത്തെ ആ ക്ലാസ്സിനകത്ത് വെള്ളം കുടിക്കുന്ന അതിജീവിതകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വെള്ളം കുടിക്കുന്ന ആ ഒരു സീന് അത് അറിഞ്ഞ് ചെയ്തതാണോ അറിയാതെ ചെയ്തതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം പിണറായി വിജയൻ പറയുന്നുണ്ട്, അത് അറിയാതെ സംഭവിച്ചതാണ്, വേറെ ആരോ കൊണ്ടുതന്ന ഗ്ലാസ്സിൽ വെള്ളം കുടിക്കാൻ നേരത്ത് ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കുന്നുണ്ട്, അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ വലിച്ചു കീറി പൊട്ടിച്ചുകൊണ്ടാണ് രാഹുലിൻ്റെ ആ ഒരു മറുപടി. അപ്പം ഞാൻ ആദ്യം ആ ഒരു ക്ലിപ്പ് ഞാൻ ഇവിടെ വെച്ച് തരാം, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കെ. അതിനുശേഷം രാഹുൽ അതിനകത്ത് എഴുതിയിട്ടുള്ള ആ ഒരു കാര്യം കൂടെ ഞാൻ ഇവിടെ വായിക്കാം. മാങ്കൂട്ടത്തിന്റെ അതിജീവിതയുടെ അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ കപ്പിൽ എഴുതി ആ കപ്പുമായിട്ട് വരുന്നു. അപ്പൊ അത്തരം കാര്യങ്ങളൊന്നും നേരത്തെ മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് യാദൃശ്ചികമാണ് കേട്ടോ, അതൊരു കപ്പ കരി എടുത്തു പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് തികച്ച് യാദൃശ്ചികമാണ് കേട്ടോ, അതൊരു കപ്പ കരി എടുത്തതല്ല. അന്ന് അവിടെ ഇരിക്കുമ്പോൾ ഒരു വെള്ളം കുടിക്കുന്നതിന് ഒരു കപ്പ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേ ഉള്ളൂ. ആ കപ്പ് വീട്ടിൽ നിന്ന് കൊടുത്തയച്ചാൽ ഈ കപ്പ് അതിങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളത് സീമോന് അറിയില്ല, ആർക്കും അറിയില്ല. ഇത് ഞാനപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഇങ്ങനെ കുടിക്കുമ്പോൾ ഒരാളിങ്ങനെ ഫോട്ടോ എടുക്കുന്ന കാണുന്നുണ്ട്. എന്താ ഈ വെള്ളം കുടിക്കുന്ന ഒരു പുതുമയല്ലല്ലോ എൻ്റെ കാര്യത്തിൽ. ഞാൻ സാധാരണ പ്രസംഗിക്കുമ്പോൾ തന്നെ വെള്ളം കുടിച്ചോണ്ടിരിക്കുന്നതല്ലേ, അപ്പോൾ അതൊരു വലിയ പുതുമയായിട്ട് എനിക്ക് തോന്നില്ല. എന്നാലും ഒരു ശ്രദ്ധയോടെ ഫോട്ടോ എടുക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. എന്താണെന്ന് മനസ്സിലായില്ല, പക്ഷേ പിന്നെയാണ് ഇങ്ങനെ ഒരു വാർത്ത വന്നിട്ടെന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, കണ്ടല്ലോ. ഇനി ഞാൻ ഇവിടെ രാഹുൽ അവിടെ പങ്കുവച്ചിട്ടുള്ള ആ ഒരു കുറിപ്പ് ഞാൻ ഇവിടെ വായിക്കാം. അതിനകത്ത് എഴുതിയേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീഡിയോ പങ്കുവച്ചിട്ട് അതിനകത്ത് എഴുതിയേക്കുന്ന കാര്യം, ശ്രീ വിജയൻ ആ കപ്പ് മാത്രമല്ല കേസുകളും നിങ്ങളുടെ പൊളിറ്റിക്കൽ PR-ൻ്റെയും പൊളിറ്റിക്കൽ വൈരാഗ്യത്തിൻ്റെയും ഉപകരണമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട ഈ കേസുകളുണ്ടല്ലോ, അതൊക്കെ രാഹുൽ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കപ്പ് മാത്രമല്ല കേസുകളും നിങ്ങളുടെ പൊളിറ്റിക്കൽ PR-ൻ്റെയും പൊളിറ്റിക്കൽ വൈരാഗ്യത്തിൻ്റെയും ഉപകരണമായിരുന്നു. രാഷ്ട്രീയ വിരോധത്താൽ എത്ര ഹീനമായി ഒരാളെ ആക്രമിക്കാം എന്നതിൻ്റെ ഉദാഹരണമായി ഇത് നാളുകളിൽ കണക്കാക്കപ്പെടും. പുറത്ത് താങ്കൾ എന്തൊക്കെ പറഞ്ഞു നടന്നാലും ഇതിലെ യാഥാർത്ഥ്യങ്ങൾ താങ്കൾക്കും എനിക്കും അറിയാം. അത് നാളുകളിൽ ഈ നാടറിയും. അന്ന് ഈ കൊലച്ചിരി മാറി താങ്കൾ മറുപടി പറയേണ്ടി വരും. സത്യം ജയിക്കും. സത്യം ഭൂമിയിൽ നിന്ന് മുളച്ചു വരും. നീതി ആകാശത്തിൽ നിന്നും നോക്കും. സങ്കീർത്തനങ്ങൾ 85 ഒരു ഡോട്ടിട്ടിട്ട് 11 കൊടുത്തിട്ടുണ്ട്. അപ്പം സത്യം പറഞ്ഞ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു കളി തന്നെയാണ് രാഹുൽ എന്നൊരു വ്യക്തിയെ പുറത്താക്കുക. അതിൽ ഭരണപക്ഷവും ഉണ്ട്, പ്രതിപക്ഷവും ഉണ്ട്. ഈ ഞാനും അങ്ങനെ വിശ്വസിക്കുന്നത്, ഭരണപക്ഷത്ത് മാത്രം ആളുകളെ പഴിയാൻ പറ്റത്തില്ല. ഭരണപക്ഷത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ രാഹുലിനെ പുറത്താക്കുക, രാഹുലിനെ ഈ പാർട്ടിയിൽ നിന്ന് എടുത്ത് കളയൂ എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നത് പ്രതിപക്ഷത്തുള്ള ആളുകൾ തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തുകൊണ്ട് ഗണേഷ് കുമാറിൻ്റെ ഈ വിഷയം വന്നപ്പോഴത്തേക്ക് രാഹുലിനെ തിരിച്ചെടുത്തില്ല? രാഹുലിനെ തിരിച്ചെടുക്കാമെന്നല്ലേ ഉള്ളൂ. ഗണേഷ് കുമാറിൻ്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ല, അത് വെച്ചിട്ട് രാഹുലിനെ തിരിച്ചെടുക്കാമായിരുന്നല്ലോ, പറയാമായിരുന്നല്ലോ. നിങ്ങൾ ഗണേഷ് കുമാറിനെ എന്തുകൊണ്ട് പുറത്താക്കിയില്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ രാഹുലിനെ തിരിച്ചെടുക്കും എന്ന് പറഞ്ഞെടുക്കാമായിരുന്നു. പക്ഷെ അതും ചെയ്തില്ലല്ലോ. അപ്പം ഈ ഭരണപക്ഷത്തെക്കാളും പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ രാഹുൽ ഈ പ്രസ്ഥാനത്ത് വേണ്ട, ഈ പ്രസ്ഥാനത്ത് നിന്ന് പുറത്തു പോകണം എന്ന് ആഗ്രഹിച്ചിരുന്നത് പ്രതിപക്ഷത്തിരുന്ന ആളുകൾ തന്നെയാണ്. അതിനകത്ത് യാതൊരു ഡൗട്ട്സും ഇല്ല.
പിന്നെ പിണറായി വിജയൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ രണ്ട് നീതിയാണ് കാണുന്നത്. പിണറായി വിജയൻ എന്ന് വെച്ചാൽ ഇരട്ടത്താപ്പെന്ന് വെച്ചൊരു സംഭവം ഉണ്ടല്ലോ. ഇപ്പോൾ ഗണേഷ് കുമാറിൻ്റെ ഇപ്പം ഈ ഭരണപക്ഷത്ത് എത്ര ആളുകൾ ഇരിപ്പുണ്ട്. ഇപ്പം പിണറായി വിജയൻ ഒരു ഇതിനകത്ത് ഞാൻ പറയുന്നത് കണ്ടായിരുന്നു, എന്താണ് രാഹുൽ മാങ്കൂട്ടം ആ MLA സ്ഥാനത്തിരിക്കാൻ അർഹനല്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ ആ ഒരു ക്ലിപ്പ് ഇവിടെ വെച്ച് തരാം. അപ്പം സ്വന്തം പാർട്ടിയിലുള്ള എത്ര ആളുകൾ ഇപ്പം ഇതിലും വലിയ കുറ്റങ്ങൾ ചെയ്തിട്ട് ഈ പ്രസ്ഥാനത്തിൽ, ഈ പാർട്ടിയിൽ, ഈ ഭരണപക്ഷത്ത് ഇപ്പോഴും മന്ത്രി കസേരകളിലും MLA കസേരകളിലും ഇപ്പോഴും ഇരിക്കുന്നുണ്ട് അല്ലേ, ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. പിണറായി വിജയൻ ഒരു ദിവസം ഒരു ഇതിൽ അഭിമുഖത്തിൽ പറയുന്നത് ഞാൻ കണ്ടായിരുന്നു, രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. രാഹുൽ മാങ്കൂട്ടം ഈ പറഞ്ഞിട്ടുള്ള ഇത്രയും കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള ആളുകൾ ഈ പാർട്ടിയിൽ തുടരാൻ അർഹനല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴും സ്വന്തം പ്രസ്ഥാനത്തിലുള്ള ആളുകളെ മറന്നു പോയിട്ടുള്ളൊരു സംസാരമാണ് അവിടെ സംസാരിച്ചത്. ഞാൻ അതും കൂടെ അവിടെ വെച്ചുതരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. വളരെ ഗൗരവമായൊരു വിഷയമായിട്ട് തന്നെ നമ്മുടെ കേരളീയ സമൂഹം ഏറ്റെടുത്തിരിക്കുകയാണ്. പൊതുവെ മാധ്യമങ്ങളും അത് ഏറ്റെടുത്തതായിട്ട് തന്നെയാണ് കാണുന്നത്. മറ്റു കാര്യങ്ങൾ ഞാൻ അഭിപ്രായം പറയേണ്ട ഒരു കാര്യം മാത്രമല്ല, നമ്മുടെ സമൂഹം പൊതുവിൽ അഭിപ്രായപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അത്തരമൊരാൾ ആ സ്ഥാനത്തിരിക്കരുത് എന്നുള്ള പൊതു അഭിപ്രായം ഉയർന്നു വന്ന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ നിലയല്ല ഇപ്പോൾ വന്നിടത്തോളം കാണുന്നത്. എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഏതായാലും നമ്മുടെ സമൂഹത്തിൽ വലിയ പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ളൊരു സംഭവമായിട്ടാണ് ഇത് മാറിയത്. കാരണം ഒന്നല്ല ഒന്നിലധികം സംഭവങ്ങളെ പറ്റിയുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അതിൽ നിങ്ങൾ തന്നെ പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങളനുസരിച്ചാണെങ്കിൽ ഒരു സംഭാഷണത്തിൻ്റെ ഭാഗത്ത് ഗർഭസ്ഥ ശിശുവിനെ ആ ഗർഭം അലസിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, അങ്ങനെ അലസിയില്ലെങ്കിൽ ആ ഗർഭം ധരിച്ച യുവതിയെ കൊല്ലാൻ വലിയ സമയം വേണ്ട എന്ന് വരെ പറയുന്നിടത്തേക്ക് എത്തുന്ന അവസ്ഥ, അതൊക്കെ നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങളാണ്. അപ്പോൾ എത്രമാത്രം ക്രിമിനൽ രീതിയാണ് വരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കാണേണ്ട ഒരു കാര്യം. നമ്മുടെ സമൂഹത്തിൽ പൊതു പ്രവർത്തകർക്ക് പൊതുവേ ഉണ്ടായിരുന്ന ഒരു പൊതു അംഗീകാരമുണ്ട്. കണ്ടല്ലോ, ഇവിടെ ഗണേഷ് കുമാർ, അതുപോലെ മുകേഷ്, ഇവർക്കെതിരെ വന്ന പരാതികൾ നമ്മൾ കണ്ടതാണ്. മുകേഷിനാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് വന്ന പരാതികൾ, സ്വന്തം ഭാര്യ തന്നെ പുള്ളിക്കെതിരെ പരാതിപ്പെട്ടതെല്ലാം നമ്മൾ കണ്ടതാണ്. എന്നിട്ട് പോലും ഈ ഭരണപക്ഷത്തുള്ള ഒരാളും അതിനെതിരെ സംസാരിക്കുന്നതോ അതിനെതിരെ നടപടിയെടുക്കണമെന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല. എന്തിന് മുഖ്യമന്ത്രി പോലും ഈ ഗണേഷിനെ പുറത്താക്കിയിട്ടില്ല. അതുപോലെ മുകേഷിൻ്റെ കാര്യവും അല്ലേ. അപ്പോൾ ഭരണപക്ഷത്ത് ഇപ്പോഴും സ്ത്രീ വിഷയപരമായിട്ട് പരാതികൾ വന്നിട്ടുള്ള ആളുകളൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുവാണ്. അങ്ങനെയുള്ള ടീമുകളാണ് ഈ പ്രതിപക്ഷത്ത് വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറ്റം പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു പോസ്റ്റിലൂടെ രാഹുലും പിണറായി വിജയനും തമ്മിലുള്ള അംഗം ആരംഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതുകൊണ്ടാണല്ലോ ഒരു അവസരം കിട്ടിയപ്പോഴത്തേക്ക് രാഹുൽ ആഞ്ഞടിച്ചത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എന്താവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പം രാഹുൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വരണം എന്നാഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ പാലക്കാട് മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ പറയുന്നത് അതിനകത്ത് ഇനി കാര്യമില്ല. കാരണം രാഹുൽ പാലക്കാട് മത്സരിക്കത്തില്ല, അത് വേറെ കാര്യം. പിന്നെ ഈ ഒരു പ്രസ്ഥാനം പറയുന്നത് കേൾക്കുക, ഒരു പ്രസ്ഥാനം നീ എൻ്റെ അടുത്ത് മത്സരിക്കേണ്ട, അല്ലെങ്കിൽ എന്നെ തിരിച്ചെടുത്തില്ലെങ്കിൽ ഞാൻ ആ പ്രസ്ഥാനം പറയുന്നത് കേട്ടോട്ട് പുറത്ത് തന്നെ കാണുമെന്ന് എന്ന് ചിന്തിക്കുന്നതും എന്ന് പറയുന്നതൊക്കെ അത് വളരെ മണ്ടത്തരമാണ്. കാരണം നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളെ പിന്തുണയ്ക്കാനും ഒരുപാട് ജനങ്ങളുണ്ട്. അവരൊക്കെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഈ പ്രസ്ഥാനം തിരിച്ചെടുത്തില്ലെങ്കിൽ നിങ്ങൾ സ്വതന്ത്രമായിട്ട് നിന്ന് ജയിച്ച് കയറി വരാനാണ് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ആഗ്രഹിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ ഒരു രാഷ്ട്രീയക്കാരനെ നശിപ്പിച്ച് കളയാനോ അല്ലെങ്കിൽ തകർത്ത് കളയാനോ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കും. ജനങ്ങളുണ്ടെങ്കിലേ ഒരു പ്രസ്ഥാനം ഉണ്ടാവും. അതുകൊണ്ട് ഇനിയും സമയമുണ്ട് അല്ലേ, ഇനിയും സമയമുണ്ട് നോമിനേഷൻ കൊടുക്കാൻ, സ്വതന്ത്രമായിട്ട് നിന്ന് മത്സരിക്കാൻ ഇനിയും സമയമുണ്ട്. അപ്പം നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ കൊടുക്കേണ്ടത് അതാണ്. ഒരു കാരണവശാലും ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരും പറഞ്ഞിട്ട് നിങ്ങളെ രാഷ്ട്രീയ ഭാവി നിങ്ങൾ നശിപ്പിച്ച് കളയാതിരിക്കുക.
അല്ല ഞാൻ പറഞ്ഞത് കറക്റ്റ് കാര്യമല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക.